ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കീമ കച്ചോരിയുടെ റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട്, ഇഫ്താറിന് സ്പെഷ്യൽ സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അത് സപ്പോർട്ട് തരിക. അതിനായിട്ട് 2 കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടറും നെയ്യും കൂടെ രണ്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നെയ്യും ബട്ടറും ഓരോ സ്പൂൺ വീതം ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. പിന്നെ അതിലേക്ക് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നില്ലേ, അതേപോലെ കുഴച്ചെടുക്കണം. ഇത് ഹാർഡായി പോകാൻ പാടില്ല. പിന്നെ നല്ല കുറച്ച് സോഫ്റ്റ് നമ്മൾ ചപ്പാത്തിയിലേക്ക് അതേ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കണം. ഹാർഡായി പോകരുത്. കൂടുതൽ ലൂസായി പോകാൻ പാടില്ല. ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ നന്നായിട്ടത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്കൊരു കീമ തയ്യാറാക്കാനുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് വേവിച്ച് ചോപ്പ് ചെയ്തെടുത്ത ബീഫാണിത്. ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. പിന്നെ 1 സവാള ചോപ്പ് ചെയ്ത്, ക്യാരറ്റ് ചോപ്പ് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചോപ്പ് ഇത് അതിൻ്റെ പേസ്റ്റ്, മല്ലിയില പുതിനയില പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ സവാള ചോപ്പ് ചെയ്ത് ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണിത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അധികം നേരം ഒന്നും വഴറ്റേണ്ട, ഏകദേശം 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് ചേർത്തൊന്ന് വഴറ്റി. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ബീഫിൽ. അതിലേക്ക് നമുക്ക് ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇപ്പം ഇട്ട് കൊടുക്കണ്ട. അതിനുശേഷം 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണിത്, അതിട്ട് കൊടുക്കാം. അതൊന്ന് 1 മിനിറ്റ് അതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ടേക്കുന്നത്. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാലയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയിട്ട് നമ്മൾ ബീഫിൽ വേവിച്ചുകൊണ്ട് അത് ചേർക്കുന്നില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയിടുക. ആ പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയിട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കമാണ്, വലുതാണെങ്കിൽ പകുതി മതി, അതൊന്ന് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടോ, അത് ഓപ്ഷണലാണ്. പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് 1 മിനിറ്റ് അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വെന്ത് വരണ്ട, അധികം വേവണ്ട ക്യാപ്സിക്കം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. താപ്പോഴത്തെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു 6 പീസാക്കി ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട്. 6 പോർഷനാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും റൗണ്ട് ചെയ്ത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം.
നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് ഒരു അല്പം കൂടെ വലിപ്പത്തിനുള്ള മാവാണ്, ബോളാണിത്. അതേപോലെ അത് നല്ല അടച്ച് ഇതേപോലെ വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയപ്പോൾ ആദ്യം വെച്ചത് ആദ്യം എടുക്കത്തക്ക രീതിയിൽ അങ്ങനെ വേണം എടുക്കാൻ. നമ്മൾ ആദ്യം ഉരുട്ടി വെച്ച മാവ് ആദ്യം എടുക്കണം, അങ്ങനെയാണ് അപ്പോൾ സോഫ്റ്റ് ആയിരിക്കും. ആ രീതിയിലെടുത്ത് ഓരോന്നായിട്ടെടുത്ത് നമുക്കിതേപോലെ പരത്തിയെടുക്കാം. അല്പം മൈദ മാവാണ് തൂക്കി കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നൈസിനാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. അതിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ, സൺഫ്ലവർ ഓയിൽ, ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല, അത് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് മൈദ മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ പോലെ ഓയിലും നെയ്യും കൂടെ ചേർന്ന ഇതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമുള്ള അതെടുത്താലും മതി. എണ്ണ മാത്രമാണെങ്കിൽ അതായാലും മതി, നെയ്യാണെങ്കിൽ അത് മാത്രമായാലും മതി. എന്നിട്ട് അതിൽ ഇതേപോലെ മൈദാമാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്നുകൂടെ മടക്കി ഒന്ന് വലിച്ച് നീട്ടുക. ഇതേപോലെ ഒന്ന് വലിച്ച് നീട്ടുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഓയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അല്പം മൈദ മാവ് ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ഇതേപോലെ ഓരോ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് റോളാക്കി എടുക്കണം നമുക്ക്. ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ബലം കൊടുത്ത് കട്ട് ചെയ്യൽ, പയ്യെ സോഫ്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. 2 പോർഷനാക്കി എടുത്തിട്ടുണ്ട്. രണ്ടിലെ ലെയറൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ വേണം വെക്കാനുള്ളത്. നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗമാണ് അടിയിൽ വരാനുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് കൂടുതൽ ബലം പ്രയോഗിക്കാതെ അല്പം മൈദ തൂവിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നടുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി ഫില്ലിങ്ങില്ലേ കീമ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പിടിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നടുക്ക് ഇതേപോലത്തെ ഭാഗം അതേപോലെ ഒന്ന് പിടിച്ച് ചുരുട്ടിയെടുത്ത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതേപോലെ ഉണ്ടല്ലേ അടുത്തതും കട്ട് ചെയ്ത ഭാഗം അടി വരത്തക്ക രീതിയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുത്ത് ബലപ്പിച്ച് പരത്തരുത്, കൂടുതൽ ബലം കൊടുക്കരുത്. ഇതേപോലെ നമുക്ക് ഫില്ലിങ് വെച്ച് നമുക്കിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതേപോലെ ചെയ്ത് നമുക്കിതേപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വലിയ വീതിയുള്ള പാത്രം അല്ലാത്തതുകൊണ്ടാണ് ഒരെണ്ണമായിപ്പോണം. അല്ലെങ്കിൽ നിങ്ങൾ വീതിയുള്ള പാനോ മറ്റോ ആണെങ്കിൽ ഇതേപോലെ 2-3 ഒക്കെ ഇട്ട് നമുക്കിതൊന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഓരോന്നാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് 2 അറ്റവും നമുക്കിതേപോലെ ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ സ്പെഷ്യലായിട്ട് ഗസ്റ്റുകൾക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ല വെറൈറ്റി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണിത്. നോമ്പ് തുറക്കുമ്പോൾ
നല്ലൊരു സ്നാക്കാണിത്. അതേപോലെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫില്ലിങ്ങൊക്കെ ഉള്ള നല്ല ടേസ്റ്റാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.